ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുകയാണ്. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ ദൈവവചനവുമായിട്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. നാം കഴിഞ്ഞ ദിവസം അതിൻ്റെ 6-ാമത്തെ കൽപ്പനയായിരിക്കുന്ന കൊല ചെയ്യരുത്, അത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് പഠിക്കുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ടു ഷോ ദെയർ നീഡ് ഫോർ മേഴ്സി ആൻഡ് ഗ്രേസ് ഗോഡ് യൂസ്ഡ് മർഡേഴ്സ് ആസ് ഹിസ് ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ്സ്. വലുവനായ ദൈവത്തിൻ്റെ ദയയും കരുണയും കൃപയും മനുഷ്യർക്ക് ആവശ്യമാണ് എന്ന് കാണിക്കേണ്ടതിനു വേണ്ടി വലിയവനായ ദൈവം കുലപാതകന്മാരെ ഏറ്റവും വലിയ ഉയർന്ന പദവിയിൽ ആക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് എനി ടൈം ദാറ്റ് യു ഹാവ് ഹാഡ് ആങ്കർ ഇൻ യുവർ ഹാർട്ട് യു ടു ഹാവ് കമ്മിറ്റഡ് മർഡർ. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കോപം, വിദ്വേഷം ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നാമും ഒരു കുലപാതകനാണ് എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കോപം, വിദ്വേഷം, ഏതെങ്കിലും അപരനാമത്തിൽ നാം മറ്റുള്ളവരെ വിളിക്കുക, ഇതൊക്കെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് കൊലപാതകത്തിന് തുല്യമാണെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എസെക്കിയേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സാത്താനാണ് വിത്ത് വിതച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതുപോലെയുള്ളതായ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അതിന് സ്വാധീനം ചെലുത്തുന്നത് സാത്താനാണ്. ആ സാത്താൻ്റെ സ്വാധീനത്തിൽ നാം ചെയ്യുന്ന ഈ കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഒരു ഹത്യയ്ക്ക്, ഒരു കൊലപാതകത്തിന് തുല്യം ആണ് എന്ന്. നാം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ കാര്യത്തെ ശരിയായ രീതിയിൽ പറയുന്നത് ഗിരിപ്രഭാഷണത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-22 വാക്യത്തിൽ കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുന്നു എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപതി സമുഖയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢായി എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് തുല്യമാകും. നോക്കുക, ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന ആ പഠിപ്പീര്, കത്തിയെടുത്തോ വാളെടുത്തോ ഒരു മനുഷ്യനെ കുത്തേണ്ട ആവശ്യമില്ല നാം കൊലപാതകന്മാരാകാൻ. നമ്മുടെ നാവ് കൊണ്ട് ഒരു സഹോദരനെതിരായിട്ട് എന്തെങ്കിലും നാം പറഞ്ഞാൽ അതും സഹോദര ഹത്യയ്ക്ക് തുല്യമാണെന്ന് കർത്താവ് പറയുകയാണ്.
സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധി അനുവദിച്ചേ പറ്റുകയുള്ളൂ. നിസ്സാര എന്ന് പറയുന്നവന് ന്യായാധിപതി സഭയുടെ മുമ്പിൽ നിൽക്കണം. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാണ്. നോക്കുക, എത്രയോ ദയനീയമായ ഒരവസ്ഥയാണ്. മോശ കൊടുത്ത ന്യായപ്രമാണത്തിൽ ഒരുത്തനെ കുത്തിക്കൊല്ലുകയോ ഒരുത്തനെ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോഴാണ് അവൻ കുലപാതകനാകുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നിസ്സാര എന്നോ മൂഢ എന്നോ അവനോട് ഹൃദയത്തിൽ നിന്ന് കോപിക്കുകയോ ചെയ്താൽ തന്നെ നാം കുലപാതകന്മാരായി തീരുകയാണ് ചെയ്യുന്നത്. പഴയ നിയമകാലത്ത് മനുഷ്യൻ പുറമേ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടായിരുന്നു കൊലപാതകനായത്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പഠിപ്പീരിൽ പുറമേ നാം ചെയ്യണമെന്ന് ഇല്ല. നാം അകത്തുനിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു സഹോദരനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് വന്നാൽ അത് വധത്തിന്, സഹോദരനെ വധിക്കുന്നതിന് തുല്യമാണ്. 1 യോഹന്നാൻ 3:15 നാം കാണുന്നത്, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നു. നോക്കുക, സഹോദരനെ പകയ്ക്കുന്നവൻ, വൺ ഹു ഹേറ്റ്സ്, അവൻ കൊലപാതകനാണെന്ന്. കൊലപാതകന് നിത്യജീവൻ ഉള്ളിൽ ഇല്ല. എത്രയോ ദയനീയമായ അവസ്ഥയാണ് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയവിശ്വാസികളെ, നാം ആരോടെങ്കിലും എപ്പോഴെങ്കിലും കോപിച്ചിട്ടുണ്ടോ? നാം ആരോടെങ്കിലും എപ്പോഴെങ്കിലും പക വച്ചിട്ടുണ്ടോ? നാം ആരെയെങ്കിലും മൂഢ എന്നോ കൊള്ളാത്തവനെന്നോ വിളിച്ച് അവനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാം ഈ ദൈവകൽപ്പനയിൽ നിന്ന് ഒഴികഴിവുള്ളവരല്ല. നാമും ദൈവസന്നിധിയിൽ കുലപാതകന്മാർ ആണ്. നമുക്കറിയാം, ദൈവവചനത്തിൽ കാണുന്നത്, ഏതെങ്കിലും ഒരു കൽപ്പന നാം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൽപ്പനകളെയെല്ലാം നാം ചെയ്യാത്തവരായിട്ടാണ് ദൈവം കരുതുന്നത്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് നാം വായിക്കുന്നത്. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. ഉള്ള കൽപ്പനകളെല്ലാം നാം ചെയ്തു, പക്ഷേ ഒരു കൽപ്പന നാം ചെയ്യുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ യാക്കോബ് പറയുന്നത്, നാം ചെയ്ത ആ കൽപ്പനകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ യാതൊരു രീതിയിലുള്ളതായ വിലയും അതിന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാം എത്ര ഭയത്തോടെ വേണം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, കൂട്ടുസഹോദരന്മാരോട് എപ്രകാരമാണ് നമ്മുടെ ചിന്താഗതികൾ, ഇതൊക്കെ വളരെ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം നാം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് റോമാലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രയേ വരുന്നത്. നാം എത്ര പ്രാവശ്യം നമ്മുടെ സഹോദരന്മാരോട് കോപിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം നാം നമ്മുടെ സഹോദരന്മാരോട് നിസ്സാര എന്ന് പറഞ്ഞിട്ടുണ്ട്, മൂഢ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ ബുദ്ധിഹീനർ എന്ന് നമ്മുടെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. പ്രിയവിശ്വാസികളെ, അങ്ങനെ ചെയ്യുന്നത് കൊലപാതകത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യട്ടെ. വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ സഹോദരന്മാരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണി അവരോട് നല്ല രീതിയിൽ ഇടപെട്ട് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കേണ്ട രീതിയിൽ നമുക്ക് കൂട്ടു സഹോദരന്മാരുമായിട്ട് സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും മുൻപോട്ട് പോകുവാൻ ഈ വചനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ചരിത്രം